അപ്പോൾ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തും നിരുത്തരവാദമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്, ശക്തമായ നടപടി ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് 2 വർഷം കഴിയുന്നു. ശരിയാണ്, ഇപ്പോൾ വിഷ്വൽസ് പുറത്തു വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിയുന്നത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും, ഞാൻ മാത്രമല്ല, ഇടതുപക്ഷക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ വിഷ്വൽസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാര്യം ഒരു ക്രൂരമായിട്ട് ഒരു ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വളരെ അതിക്രൂരമായിട്ട്, ഒരു കാര്യവുമില്ല, അകാരണമായിട്ടാണ് മർദ്ദിക്കുന്നത്. ഒരു തെറ്റ് ചെയ്തിട്ടാണ് അയാൾ മർദ്ദിക്കുന്നതെങ്കിൽ ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെന്ന് പറയാം. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല. അയാൾ എന്തോ ചോദ്യം ചെയ്തു, പോലീസുകാർ നേരത്തെ അവതാരം തന്നെ പറഞ്ഞതുപോലെ അവരുടെ ഈഗോ ക്ലാഷ് ഉണ്ടായി, അവർ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. പക്ഷേ ഇത്രയും നാളായിട്ട് ഞാനതിനകത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒന്നും തെറ്റു പറയുകയല്ല, ശക്തമായ സമരമുറകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് ഞങ്ങൾ ശക്തമായ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഒരുപക്ഷേ ഈ CCTVകൾ വർക്ക് ചെയ്യുന്നില്ല, VD സതീശൻ എങ്ങനെ വിഷ്വൽസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരന് നീതി ലഭിക്കുമായിരുന്നു. അപ്പോൾ ശക്തമായ സമരമാർഗ്ഗങ്ങളുമായിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് പുറത്തേക്ക് വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു, KPCC പ്രസിഡന്റ് പറയുന്നു, ഇപ്പോൾ ബഹുമാനപ്പെട്ട അനിൽ അക്കര പറയുന്നു. അദ്ദേഹം ആ സ്ഥലത്തുകാരൻ കൂടിയാണ്. അപ്പോൾ ഈ ഇത്രയും കൂടുതലായിട്ട് അത് മാത്രമല്ല, ഹോസ്പിറ്റൽ റിപ്പോർട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനെ അവിടുന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജ് തോന്നുന്നു റെഫർ ചെയ്തു. അത്രയും ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈ 2 വർഷമായിട്ട് ഈ വിഷ്വൽസ് വന്നില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ശക്തമായ ഒരു സമരമുറകളുമായിട്ട് മുന്നോട്ട് പോയില്ല? ഇത് പോകാത്തൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, വിശേഷിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശക്തമായ സമരമുറകൾ നിങ്ങൾ നേരത്തെ തന്നെ സ്വീകരിക്കണമായിരുന്നു. ഈ വിഷ്വൽസ് കണ്ടിട്ട് വേണോ നിങ്ങൾ സമരം ചെയ്യാൻ? ഇതിനെയൊന്നും ഞാനതിനെ ന്യായീകരിക്കാല്ല. പോലീസുകാരുടെ ഒരു സംഭവങ്ങളെ, ഇങ്ങനെയുള്ള അട്രോസിറ്റികളെ ഒന്നും ഞാൻ ന്യായീകരിക്കാല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില ഹൈക്കോടതിയുടെ ചില വിധികളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ അതിലേക്ക് വരാം. അല്ല സോറി, ഇതിനകത്ത് സമരം ചെയ്ത കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. നമ്മള് പണ്ടത്തെ കാലത്തും പോലീസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും പോലീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ദിവസം കൂടുന്തോറും നാം മുന്നോട്ട് സഞ്ചരിക്കുകയല്ലേ ചെയ്യുക. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ മനുഷ്യത്വരൂപിയായി മാറുകയുമാണല്ലോ വേണ്ടത്. പോലീസ് പണ്ടേ ഇങ്ങനെയാണ് എന്ന് വെച്ച് നമുക്ക് അനാദികാലത്തോളം പോലീസിനെ ഇങ്ങനെ വിടാൻ കഴിയുമോ? ഇല്ല. 10 വർഷമായി ഒരു പോലീസ് സംവിധാനത്തിന് സംസ്കാരമാറ്റം ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് ആ പണി പറ്റില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരില്ല. കാരണം എന്താണ്? പോലീസുമായി ബന്ധപ്പെട്ട നിരന്തരമായ പരാതി അകത്തും പുറത്തും CPM-ൽ പോലും LDF-ൽ പോലും ഉണ്ട്. അകത്തുമുള്ള പരാതിയാണ്, വാല്യൂ ചെയ്യുന്നില്ല പൊതുപ്രവർത്തകരെ. അല്ലെങ്കിൽ ഇത് നോക്കൊരു പൊതുപ്രവർത്തകനാണ്, അയാളൊരു കാര്യത്തിൽ ഇടപെടാൻ വന്നിരിക്കുകയാണ്, പൊതുപ്രവർത്തകനെ പിടിച്ചിടിക്കാം എന്ന കോൺഫിഡൻസ് എങ്ങനെ ഈ പോലീസിനുണ്ടാവുന്നു? എന്നിട്ടത് 2.5 വർഷം ഈ വിഷ്വൽസ് കൊടുക്കാതെ ഓടിക്കാം, അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കാം. ആ കോൺഫിഡൻസ് ഉണ്ടാവുന്ന എവിടുന്നാണ്? മോളിൽ നിന്ന് നമ്മളെ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് അല്ലേ അത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടായിരിക്കുന്ന പോലീസുകാരിൽ ഇപ്പം നമുക്കറിയാം, ഒരുപക്ഷെ അനിൽ അക്കരയ്ക്കും അറിയായിരിക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, പോലീസിൻ്റെ പഴയ രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ രീതികളും, ഇതിനൊറ്റപ്പെട്ട ചില പോലീസുകാർ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ പോലീസുകാരും നമ്മൾ ആംഗിളിൽ കണ്ട കാര്യം, ഞാനും ഒരു പൊതുപ്രവർത്തകരാണ്. പണ്ട് പോലീസുകാർ നമുക്കറിയാം, പോലീസ് സ്റ്റേഷൻ ചെന്നാൽ ആദ്യം മുതൽ എല്ലാവർക്കും കൈക്കൂലി കൊടുക്കണമായിരുന്നു. ആ സംവിധാനങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കയറുന്ന സാധാ CP ആയിട്ട് കയറുന്നൊരു പോലെ നല്ല വിദ്യാഭ്യാസമുള്ള MA-ക്കാരും MSc-ക്കാരും ഒക്കെ കയറുന്നു. അവർക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റമുണ്ട്. എന്നാൽ അതിനകത്ത് ഇത്തരത്തിലുള്ള കൊള്ളരാത്തവന്മാരുണ്ട്. നമ്മുടെ വെള്ള വസ്ത്രത്തിൽ പറ്റിയവരെ അഴുക്ക് പോലെയാണ്, അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇവരെയൊക്കെ എന്നേ സർവീസിൽ നിന്ന് കേസെടുത്താൽ പോരാ, യവന്മാരെ ടെർമിനേറ്റ് ചെയ്യണം. നോൺ ബെയിലുള്ള പോലീസിനകത്ത് നല്ല ആളുകളുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല ആളുകളുമുണ്ട്, പോലീസിൽ നല്ല ആളുകളുമുണ്ട് എന്ന് താങ്കളുടെ ഭാഗത്തോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ നോക്കൂ, ഈ ഇദ്ദേഹം ആക്രമിക്കപ്പെട്ട സമയത്ത് ഇങ്ങനെ ഒരു ഗുരുതരമായ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പരാതി മേൽത്തട്ടിൽ പോയല്ലോ, കമ്മീഷണറുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ. ഈസിയാണല്ലോ കമ്മീഷണർക്ക് ഈ CCTV ഫുട്ടേജ് പരിശോധിക്കാമല്ലോ. കുഴപ്പക്കാരുണ്ടെങ്കിൽ പ്രോപ്പർ ആക്ഷൻ വേഗത്തിലെടുക്കാമല്ലോ, പിരിച്ചുവിടാമല്ലോ വേണമെങ്കിൽ. അത് ചെയ്യാത്ത സംവിധാനം ഒന്നാകെ ഈ പറയുന്ന ക്രിമിനലുകളുടെ കൂടെ നിൽക്കുന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോലീസിൽ ആകെ നല്ലവർ, അതിൽ ചില ചുരുക്കം മോശക്കാരെന്നല്ല, ഇതിൽ 4 പ്രതികളല്ല കേട്ടോ. പോലീസിന്റെ സിസ്റ്റം മുഴുവൻ പോലീസിന്റെ സിസ്റ്റം മുഴുവൻ ഈ പറഞ്ഞ ക്രിമിനൽ ഗൂണ്ടകളുടെ കൂടെ നിന്നു എന്നത് കാണണം. നമ്മൾ അതിനെ 4-ൽ ചുരുക്കി. ഞാൻ പറഞ്ഞല്ലോ, KP ആക്ടിനകത്ത് തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഈ മേലുദ്യോഗസ്ഥന്മാർക്ക് ശക്തമായി ഇത് കിട്ടിയപ്പോൾ ശക്തമായ നടപടിയെടുക്കുക. അതിന് മേളിൽ നിന്നുള്ള ഒരധികാരവും വേണ്ട, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. മുകളിൽ ഉദ്യോഗസ്ഥർക്ക് KP ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരെ അനാവശ്യം കാണിച്ചാൽ നടപടിയെടുക്കാം. അവരെടുത്തിട്ടില്ല, അതും തെറ്റാണ്. അതും എല്ലാം അന്വേഷിക്കപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസിൽ അതെല്ലാം വരണം. എന്തുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ നടപടിയെടുത്തില്ല? അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു വന്നത്,
ഇത് മൊത്തത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ അഴിമതികളും നടക്കുന്ന അല്ലെങ്കിൽ പോലീസുകാർ ക്രൂരത കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്.